അച്ഛനെന്താ ഇത്രയും താമസിച്ചേ? വന്ന് ആഹാരം കഴിച്ചേ. ഇപ്പൊ വേണ്ട മോളെ, എനിക്ക് തീരെ വിശപ്പില്ല. വിശപ്പില്ലാതാവാൻ എന്താ ഉണ്ടായേ? എന്നും ആഹാരം കഴിച്ചിട്ടല്ലേ നീ ഉറങ്ങാറുള്ളൂ? പാവം, നീ വന്നിട്ട് കഴിക്കാന്നും പറഞ്ഞ് മേഘനെ കാത്തു. എന്തു പറ്റിച്ച ഇങ്ങനെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ. ഇന്ന് കുട്ടികൾ കോമ്പറ്റീഷനിലെല്ലാം ജയിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരുടെയും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന നിനക്ക് ഒരിക്കലും സന്തോഷിക്കാനുള്ള അവസരം ദൈവം തരുന്നില്ലല്ലോ. കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും സന്തോഷമല്ലേ ഉണ്ടാവൂ. ഈശ്വരന്റെ അനുഗ്രഹം കാരണം ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. എന്ത് വന്നാലും പരിഹരിക്കാൻ മേഘന ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ആ മേഘന തന്നെയാണ് വിധിയുടെ കുത്തൊഴുക്കിൽ അകപ്പെടാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കാതെ നീ എന്താടാ ആലോചിക്കുന്നേ? കഴിക്ക്. വല്യമ്മേ, അച്ഛാ, നിങ്ങളാരും ഒന്നും വിചാരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയുമോളെ, എന്നോട് സംസാരിക്കാൻ മുഖവരി എന്തിനാ? അത് ഇന്ന് വെളുപ്പിന് ഞാനൊരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം മോളെ? അത് മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും കല്യാണം നടക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. മിഥുന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. മിഥുന്റെ ജീവിതത്തിൽ ഒരു കല്യാണത്തിനൂടെ സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്വപ്നമൊക്കെ നീ എന്തിനാ മോളെ കാണുന്നേ? എനിക്കറിയില്ല വല്യമ്മേ, അതും വെളുപ്പം കാലത്താണ് ഞാൻ കണ്ടത്. ആ സമയത്ത് കാണുന്ന സ്വപ്നಕ್ಕೆ സത്യം ഒന്നല്ലേ പറയാറ്? ചിച്ചി, ഇത്രയും വൃത്തികെട്ട സ്വപ്നമൊക്കെ എങ്ങനെ സത്യമാവാനാ മോളെ? നീ സീതാദേവിയാണെങ്കിൽ മിഥുൻ ശ്രീരാമ ഭഗവാനാ. നിങ്ങൾക്കിടയിലേക്ക് ഒരു ശൂർപ്പണയ്ക്കും വരാൻ കഴിയില്ല. ഇത്ര നേരം നീ എവിടെയായിരുന്നു മിഥുൻ? മഞ്ജരിയുടെ അങ്കിളിന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. തിരിച്ചു വന്നപ്പം മഞ്ജരിയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചു. എന്നിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഓക്കെയാണ്, ഇപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാ ഇരിക്കെ, നമുക്ക് ഡിന്നർ കഴിക്കാം. ഞാൻ കഴിച്ചിട്ടാ വന്നത് മേഘനെ. മഞ്ജരി, നീ പോയി റെസ്റ്റ് എടുത്തോ. നീ സാധാരണ പുറത്തുനിന്ന് ആഹാരം കഴിക്കാറില്ലല്ലോ. നീ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി മേഘന എപ്പോഴും പട്ടിണി ഇരിക്കുക. മഞ്ജരി അങ്കിള് നിർബന്ധിച്ചപ്പോ കഴിക്കേണ്ടി വന്നതാ. നീ എന്തായാലും ആഹാരം കഴിച്ചോ മേഘനെ? ഞാനിപ്പോ നല്ല ടയേർഡാ, ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ, എന്തു പറ്റിച്ചാ? ഒന്നും കഴിച്ചില്ലല്ലോ. എന്റെ വിശപ്പൊക്കെ പോയി മോളെ. എന്താ അച്ഛാ അത്? ഇതുവരെ ഈ വീട്ടില് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മഞ്ജരി വന്നു, അതോടെ എല്ലാം നശിച്ചു. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ. അയ്യോ വല്യമ്മേ, കുറച്ചെങ്കിലും കഴിച്ചിട്ട്.
മിഥുൻ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇന്നലെ രാത്രി തന്നെ ഡാഡിയോട് കാര്യം വിവേക്, കോഫി. ആ അതവിടെ വെച്ചേക്ക്. കോഫി എന്ന് പറഞ്ഞല്ലേ? അതവിടെ വെച്ചോ ചാരു. ഹലോ, അടുത്ത് വെക്ക്. ഇത് അവിടെ കൊണ്ടുവച്ചാ എങ്ങനാ? എന്നോട് വെക്കാൻ പറഞ്ഞാ ഞാൻ പിന്നെ അത് എവിടെ വെച്ചാലും നിങ്ങൾക്ക് എന്താ? ഞാൻ വർക്ക് ചെയ്യല്ലേ ചാരു. വർക്കൊന്നും അല്ല. ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം വിവേകിന്റെ മനസ്സ് മുഴുവൻ ഫ്രസ്ട്രേഷനാ. അത് ശരിക്കും എനിക്കല്ല, നിനക്കാ. എന്നെ നിനക്ക് എപ്പോഴും സംശയമാണല്ലോ. നീ ഒരുപാട് മാറിപ്പോയി ചാരു. ഇതൊക്കെ പറയേണ്ടത് ഈ ഞാനല്ലേ? കല്യാണത്തിന് മുമ്പ് എന്നോട് ഇത്ര ഹാപ്പി ആയിട്ട് നടന്ന ആളാ. കല്യാണം കഴിഞ്ഞപ്പോ ആ പ്രണയൊക്കെ എവിടെ പോയോ എന്തോ. അതൊന്നും എവിടെയും പോയിട്ടില്ല. നീ വന്നേ, അവിടെ ഇരിക്കും. എനിക്ക് പ്രേമമില്ല അല്ലേ? എന്റെ പ്രണയത്തിന്റെ പാതി ഇതാ നിനക്ക്. ചിയേഴ്സ്. വിവേക്, വിവേക്. ചാരു, ഞാൻ ദേ വരുന്നേ. എന്താ മോം? എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് ഇവരെ ഓർമ്മയില്ലേ? നമ്മുടെ നാട്ടിലുള്ള രാമനാഥൻ അങ്കിളാ. ഇത് അദ്ദേഹത്തിന്റെ മോള് സ്മൃതി. നമസ്കാരം അങ്കിൾ. ഇതാണ് എന്റെ വൈഫ് ചാരുമതി. നമസ്കാരം. ഇവനങ്ങ് ഒരുപാട് വളർന്നു പോയല്ലോ പ്രിയമതേ. എന്നാലും ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറയാതെ ഇവന്റെ കല്യാണം നടത്തി കളഞ്ഞല്ലോ നീ. ഞാനിതെന്തോ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്യുന്ന പോലെയല്ലേ ചേട്ടൻ ഇത് എന്നോട് പറയുന്നത്? എന്റെ വിഷമം ഞാൻ ആരോട് പറയും? ഇവൻ എന്നോട് പോലും പറയാതെയായി കല്യാണം കഴിച്ചത്. ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ മോളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കായിരുന്നു. വിവേക് എന്റെ മരുമോനാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്. വിധിയെ നമുക്ക് ഒരിക്കലും തടുക്കാനാവില്ലല്ലോ ചേട്ടാ. സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. ഹായ് ചേട്ടാ, എന്താ കണ്ടിട്ടൊന്നും സംസാരിക്കാത്തത്? മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. എന്തൊക്കെ വിശേഷം? ഇത് കണ്ടില്ലേ പ്രിയമതേ? എന്റെ മോളും നിന്റെ മോനും ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഐശ്വര്യ. നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്റെ മോള് സംസാരിക്കുന്ന കണ്ടില്ലേ? അവക്ക് നിന്നോട് എന്ത് സ്നേഹം നോക്ക്. എന്തു പറ്റി ചേട്ടാ? വലിഞ്ഞു കയറി വന്ന് എന്തിനാണാവോ ഇങ്ങനെ ഓരോ പണി തരുന്നേ? ഒരു
അത് പിന്നെ മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും കല്യാണം കഴിയുന്നതായിട്ട് ഞാൻ ഡാഡ്, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തിനെ കുറിച്ച്? മഞ്ജരിയുടെ കാര്യമാണ്. അവളുടെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ തീരുമാനമെടുത്ത സ്ഥിതിക്ക് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലെ മുതിർന്ന ആളോട് പറയാതിരിക്കാൻ പറ്റുമോ? മുതിർന്ന എന്നോട് നിന്റെ തീരുമാനമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞങ്ങളൊക്കെ ബാധിക്കും തോന്നിയില്ലേ? സോറി ഡാഡ്, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഇനി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ എന്നെ കൊണ്ടാവില്ല. എനിക്കും മഞ്ജരിക്കും ഇടയിൽ നടന്നതൊക്കെ ഡാഡിക്കും അറിയാലോ. മഞ്ജരിയും ഞാനും പ്രണയിച്ചിരുന്നതാ. പക്ഷേങ്കിൽ എനിക്ക് മേഘനയെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നു. എന്നോടുള്ള പ്രണയം കൊണ്ടാണ് മഞ്ജരി ഇത്രയും കാലവും കാത്തിരുന്നത്. അറിയാതെയാണെങ്കിലും ഞങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുകയും ചെയ്തു. ഇപ്പൊ അവള് പ്രഗ്നന്റ് കൂടിയാണ്. അറിയില്ല ഡാഡ്. ഞാൻ രണ്ടുപേരോട് ന്യായം കാണിക്കുന്നത്. അത് ഈശ്വരനെ കൊണ്ടുപോലും സാധിക്കില്ല. എന്നിട്ടല്ലേ നീ? ഞാൻ ശ്രമിക്കാൻ ഡാഡ്. മഞ്ജരി എന്നെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കണ്ടില്ല എന്നടിച്ചു. അവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അതാണെങ്കിൽ അന്ന് നടന്നുമില്ല. ഇപ്പൊ ഞാൻ കാരണം അവള് കല്യാണം കഴിക്കാതെ തന്നെ അമ്മയായി. അവളെ ഇനി ആരും അക്സെപ്റ്റ് ചെയ്യില്ല. മേഘന വളരെ യാദർശികമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എപ്പോഴും ഇങ്ങനെ സപ്പോർട്ടായി എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. പല ആപത്ഘട്ടങ്ങളിൽ അതുകൊണ്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഇനി അതിന് മാറ്റമില്ല. ഈ തീരുമാനം ഉറച്ചതാ ഡാഡ്. ഡാഡിനോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. മോളെ മേഘനെ, അത് എന്റെ ഈശ്വര, ഒരിക്കലും എന്ത് സംഭവിക്കരുതെന്ന് കരുതിയോ അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. എന്താ? നീ ഇത് കാണുന്നില്ലേ മേഘനെ? ഞാൻ നിന്റെ വഴിയിലല്ല, നിന്റെ ജീവിതത്തിന് തന്നെ കുറുകെ നിൽക്കാൻ പോവല്ലേ.
മിഥുൻ എന്നെ കല്യാണം കഴിക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നെ കല്യാണം കഴിക്കാൻ പോവാന്ന് മിഥുന്റെ വായിൽ നിന്ന് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കേട്ടില്ലേ? ഇനിയിപ്പോ ഞങ്ങളുടെ കല്യാണം കാണാന്നല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. കല്യാണം കഴിഞ്ഞ് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നീ റെഡിയായിരുന്നോ? നിക്ക്. അങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നം കാണണ്ട. നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മിഥുൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതൊന്നും മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റില്ല. സംഭവിക്കാത്തത് സംഭവിച്ചു എന്നും ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്നും പറഞ്ഞ് നീ അഭിനയിക്കുന്നില്ലേ? അതിപ്പം മിഥുനേട്ടന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും മിഥുനേട്ടനെ ഞാൻ അറിയിക്കാൻ പോവാ. ഇതൊക്കെ നീ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു മേഘനെ. ഇനിയിപ്പോ നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എപ്പോ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാ ആ സമയത്ത് തന്നെ അത് സംഭവിക്കും. നീ എന്താ വലിയ സിദ്ധാന്തം പറയുവാണോ? മിഥുൻ അറിയാതെ ഞാൻ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചില്ലേ? ഇനി ഞാൻ വിചാരിക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ ആഗ്രഹിച്ചാ നിന്റെ ജീവിതമായിരിക്കും പാഴാവാൻ പോകുന്നത്. അപ്പോ ഈ സംഭവിച്ചതൊക്കെ നീ തന്നെ ചെയ്തതാണെന്നാണോ പറയുന്നത്? എന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്റെ കല്യാണവും. മിഥുനേട്ടനായിട്ടുള്ള കല്യാണം നീ ഒരുപാട് വർഷം കൊണ്ട് പ്ലാൻ ചെയ്യാണല്ലോ. എന്നിട്ട് എന്തായി? വലുതും നടന്നോ? അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോവാ. നിന്റെ കഴുത്തിന് നേരെ വന്ന താലി തിരിച്ചു പോകുന്നു, അങ്ങനെയല്ലേ? ഇത്തവണ അങ്ങനൊന്നും സംഭവിക്കില്ല. ഈ കല്യാണം എന്തായാലും നടക്കും. ഞാനുള്ളപ്പോ അത് സംഭവിക്കാൻ അനുവദിക്കില്ല. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞങ്ങളുടെ ഈ കല്യാണം നടക്കും. നീയല്ല, നിന്റെ ഈ കുടുംബം മുഴുവൻ ഒന്നിച്ചു നിന്നാലും ഈ കല്യാണം തടയാൻ പറ്റില്ല. ഞാനോ ഈ ഫാമിലിയോ അല്ല. മിഥുനേട്ടൻ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെക്കും. നീ ആരാണെന്നറിഞ്ഞ മിഥുനേട്ടൻ നിന്നെ വെറുക്കും. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ എന്റെ പേര് മേഘന എന്നല്ല. എന്തു പറ്റി ചക്കി? ഹോംവർക്ക് ചെയ്തെന്താ നോക്കിയിരിക്കുന്നേ? നമ്മൾ സ്കൂളിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ചിക്കു. ശരിയാ ചക്കി, അച്ഛനെന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ. അമ്മയാണെങ്കിൽ ഗ്ലൂമി ആയിരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഡള്ളാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത് ചിക്കു? വീണ്ടും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി കാണോ? എനിക്കും അത് തന്നെയാ പേടി ചക്കി. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടാലല്ലേ വീട്ടിലെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത്. കുറച്ചുനാൾ മുമ്പ് അമ്മയും ചെറിയമ്മയും തമ്മിൽ വഴക്കുണ്ടായില്ലേ? ഇപ്പൊ അവര് തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും മാറിയല്ലോ. അപ്പൊ വീണ്ടും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഈ വീട്ടിൽ ആർക്ക് പ്രശ്നം ഉണ്ടായാലും അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ചക്കി. ശരിയാ ചിക്കു, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായ ഇവിടെ എല്ലാം പ്രശ്നത്തിലാവും. അമ്മ ഒരു വഴിക്ക് അച്ഛൻ ഒരു വഴിക്കായിട്ട് നടക്കുമായിരിക്കും. നമുക്ക് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാവില്ല. ഇതിനു മുമ്പൊരിക്കൽ ഇതുപോലെ സംഭവിച്ചിട്ട് അച്ഛനും അമ്മയും രണ്ടായി പിരിഞ്ഞതല്ലേ? അന്ന് അമ്മയുടെ കൂടെ ഞാനും അച്ഛന്റെ കൂടെ നീയും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഇവിടെ എന്താ പ്രശ്നമെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത് ചിക്കു? അല്ല, ഇതൊക്കെ നമ്മളോട് ആര് പറയാനാ? ആരോടെങ്കിലും പോയി ചോദിച്ചാലോ? ആരോട് ചോദിക്കും? അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല, അമ്മയോടും ചോദിക്കാൻ പറ്റില്ല. ഗ്രാൻഡ്പയോടും മുത്തശ്ശിയോടൊന്നും ചോദിച്ചാലോ? നിങ്ങൾ ചെറിയ കുട്ടികളാ, വീട്ടിലെ കാര്യം ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞ് തിരിച്ചുവിടും ചിക്കു. ശരിയാ ചക്കി, ചെറിയച്ഛനോട് ചെറിയമ്മയോട് ചോദിച്ചാലോ? ചെറിയമ്മേ, കുട്ടികൾ വരുന്നുണ്ട് ചാരു. അവരൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നീയായിട്ട് പറയണ്ട. ആ ചക്കി ചിക്കു, ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ലേ? ആ ചാരു, കുട്ടികൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടാവും. ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്ക്. വാ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല ചെറിയമ്മേ. വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ചെറിയമ്മയോട് ചോദിച്ചാൽ പോരെ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് ചെറിയമ്മ ചെയ്തു തരും. അതെ, നാളെ മുതൽ ഞാനാ നിങ്ങളെ സ്കൂളിലേക്ക് റെഡിയാക്കാൻ പോന്നെ.
ചെറിയച്ഛൻ നിങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുകയും ചെയ്യും. അമ്മയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞങ്ങള് വന്നത്. അമ്മ എന്തെങ്കിലും ഡള്ളായിരിക്കുന്നേ? അച്ഛൻ എന്താ എപ്പോഴും സീരിയസ് ആയിരിക്കുന്നേ? അച്ഛനും അമ്മയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടായോ ചെറിയമ്മേ? അവര് രണ്ടുപേരും തമ്മിൽ വീണ്ടും പിണക്കുവാണോ? അങ്ങനെയൊന്നും ഇല്ല മോളെ ചക്കി. അച്ഛനും അമ്മയും തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അമ്മയെ അച്ഛനും അത്രയ്ക്ക് ഇഷ്ടമല്ലേ? അതുപോലെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ട. ഞങ്ങള് കൊച്ചുകുട്ടികളാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വെറുതെ കള്ളം പറയണ്ടേ ചെറിയച്ഛ? അങ്ങനെയല്ല ചിക്കു. നിങ്ങളോട് എന്തിനാ കള്ളം പറയുന്നേ? സത്യം തന്നെയാ പറയുന്നേ. അച്ഛനും അമ്മയും തമ്മിൽ ഇവിടെ യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ അമ്മ അച്ഛനും എന്താ ഇത്ര സീരിയസ് ആയിരിക്കുന്നേ? അങ്ങനെ